Hello guys, welcome back to Cuddle Cloud. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇടുന്നത്. കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇടണം, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആക്കാം. പുറത്ത് വല്ലവിടെയും പോകുന്ന ദിവസം മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ വണ്ടി കഴുകൽ. ഇവിടെ ഇപ്പോൾ ഈ വണ്ടി സ്ഥിരമായിട്ട് ഞാൻ മാത്രമേ എടുക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ഫുൾ ഉത്തരവാദിത്തം ഇപ്പം എൻ്റെ തലയിലാണ്, ഇൻക്ലൂഡിങ് വാഷിംഗ്. പൊടി പിടിച്ച് ഇനി പൊടി പിടിക്കാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ലാന്ന് കാണുന്ന ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഈ വണ്ടി കഴുകാറുള്ളൂ. പക്ഷെ കഴുകുന്ന ദിവസം ഞാൻ വല്ല ഡവോ ക്ലിനിക് പ്ലസോ ട്രസമോ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ വണ്ടി കഴുകാറുള്ളത്. അല്ല, ഇതിപ്പോ എന്തിനുള്ള ഷോപ്പിംഗാ, എങ്ങോട്ടുള്ള ഷോപ്പിംഗാന്നൊന്നും പറഞ്ഞില്ലല്ലോ. അടുത്ത് തന്നെ നമ്മുടെ ചാനലിൽ ഒരു റൂം മേക്ക് ഓവർ വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോണത്. ഇതായിരുന്നു എൻ്റെ OOTD. പിന്നെ ഈ ഒരു ഫോൺ കേസ് നമ്മുടെ സീക്രട്ട് സ്റ്റാറി നൈറ്റ് ഇല്ലേ, സീക്രട്ട് സ്റ്റാറി നൈറ്റിലെ സ്നേഹം ഞാനും കൂടെ ഒരേപോലെ ട്വിൻ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചൊരു ഫോൺ കേസ് ആയിരുന്നു. എത്ര നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും എല്ലാ സമയവും ഞാനൊരു 11 മണി 11:30 ഒക്കെ ആകുമ്പോഴേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളൂ. പക്ഷേ ഈ ഒരു ദിവസം ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 മണി 10:30 ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമായിരുന്നു എൻ്റെ സ്കിന്നൊക്കെ കുറച്ച് ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോ ആയിരുന്നു ഇത്. പിന്നെ എപ്പോഴത്തേം പോലെ അജീനെ വിളിച്ചിട്ട് തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അജി എന്തോ ലാപ്ടോപ്പിൽ SD കാർഡ് അതും ഇതൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ലാപ്ടോപ്പൊക്കെ ചുമന്ന് കെട്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ തവണയും ഓരോ കടയിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് തന്നെ പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം കുറച്ച് ഹോം ഡെക്കോർ പോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു നോക്കണം എന്നുണ്ടായിരുന്നത്. അപ്പോൾ പാലക്കാട് അങ്ങനെ ഹോം ഡെക്കോർ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് പോകാനായിട്ട് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ലുലുവിൽ കയറിയത് എന്താ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റൂട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആകെ ഒറ്റൊരു സെക്കൻഡ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതായിരുന്നു ആ ആള്. എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് അരച്ചിച്ചി തോറിട്ട് ഓടി വന്നായിരുന്നു. പെട്ടെന്ന് ഞാൻ എന്നെ അറിയുന്ന ആരുമാണെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബർ റൂട്ടിയായിരുന്നു. ആളുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അജി വാസവിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വാസവിയിലെ ടീച്ചറായിരുന്നു ആളുടെ അമ്മ. പെട്ടെന്ന് കണ്ട വെപ്രാളത്തിൽ ഞാൻ ആ പേര് മറന്നു. ഞാൻ അതുകൊണ്ടാണ് ആളെന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബെഡ്ഷീറ്റിന്റെ സെക്ഷനിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒരു ബോയ് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയായിരുന്നു. ഞാൻ ഈ ബോയിന്ന് എടുത്ത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ക്രാഫ്റ്റ് ഒക്കെ കൂടുതലും ഗേൾസ് ഒക്കെ ആണല്ലോ കാണാറുള്ളത്. അപ്പോൾ അവനിങ്ങനെ കാണുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. പോരാത്തതിന് അച്ഛനും അമ്മയും ഒക്കെ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, ഇവരൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ നേലത്തൊന്നും അല്ലായിരുന്നു. എന്താണേലും ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ലുലുലാട്ടോ ഫസ്റ്റ് പോയത്. ലുലുവിൽ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു മാറ്റും പിന്നെ ഒരു കംഫർട്ടും ബെഡ്ഷീറ്റൊക്കെ ആയിട്ട് വരുന്ന ഒരു സെറ്റും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എവിടെയാണ് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പാലക്കാട് പുതിയതായിട്ട് ഡിക്കാത്തലോൺ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവിടെ പോയി ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം കുറേ സമയം അതിനകത്ത് വെറുതെ വേസ്റ്റ് ആയി. നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം വാങ്ങാനായിട്ട് കയറി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ജസ്റ്റ് കയറി കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാനെന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ ചുമ്മാ വേസ്റ്റ് ആയിരിക്കും. ആദ്യമായിട്ട് ഡിക്കാത്തലോണിൽ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഓൾറെഡി നമ്മുടെ വലിയ ഡിക്കാത്തലോൺ ഷോപ്സ് ഇല്ലേ, മെട്രോ സിറ്റീസിലുള്ള പോലത്തെ ഡിക്കാത്തലോൺ ഷോപ്സ്, അവിടെയൊക്കെ കയറിയിട്ടുള്ള ആൾക്കാർ ഈ കടയിൽ കയറി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിപ്പോകും. ഞാൻ ഇതിനു മുമ്പ് കൊച്ചിയിലെയും ഹൈദരാബാദിലെയും ഡെക്കാത്തലോണിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗോഡൗൺ പോലത്തെ വലിയ ഷോപ്പാണല്ലോ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു 2-3 ഫ്ലോർസ് വരുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷോപ്പിലെ കളക്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ഭയങ്കര കുറവാണെന്നുകൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, ആ ഷോപ്പിൽ കയറിയിട്ട് എനിക്ക് തോന്നിയൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ ഞാൻ ഷെയർ ചെയ്തത്. അവിടെ നിന്ന് പ്രത്യേകിച്ച് വാങ്ങാനായിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മിനിസോയിൽ പോകാമെന്ന് വിചാരിച്ചു. മിനിസോയിലായിരുന്നു ഞാൻ മെയിനായിട്ട് പോകണമെന്ന് വിചാരിച്ചത്. ബിക്കോസ് റൂം ഡെക്കോറിന് വേണ്ടിയിട്ട് കുറച്ച് പ്ലഷീസ് വാങ്ങണം എന്നുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് വാങ്ങണം എന്നുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ചുമ്മാ എന്തിനാ പൈസ കളഞ്ഞ് വാങ്ങണം എന്നുകൊണ്ട് വിചാരിച്ചായിരുന്നു. ഇപ്പൊ പിന്നെ റൂം മേക്ക് ഓവർ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും വാങ്ങിക്കഴിഞ്ഞാൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ആകെ ഒരു സങ്കടം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് മിനിസോയിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് ഒന്നും പുതിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് പിന്നെ കയറി എന്തായാലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് പുതിയതായിട്ട് വന്നിട്ടേ ഉള്ളൂ. സാധനങ്ങളൊന്നും പൊട്ടിച്ച് ഷെൽഫിൽ വെച്ചിട്ടില്ലായിരുന്നു ഗൈസ്. പക്ഷെ ആ ഒരു പെൻഗ്വിൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതെടുത്തു. അത് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അജിയാണ് പറഞ്ഞത് ഒരെണ്ണം കൂടെ വാങ്ങിക്കും, അതാകുമ്പോൾ റൂമിൽ വെച്ച് കഴിയുമ്പോൾ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ പൊന്നെ, ഈ ഒരു പന്നിക്കുട്ടീനെ വെച്ചിട്ട് എന്തൊക്കെയായിരുന്നു എന്നറിയോ, പന്നിക്കുട്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ആ പന്നിക്കുട്ടിയുടെ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവസാനം ഞാൻ ഈ ഒരു സാക്കുറ ലാമ്പായിരുന്നു വാങ്ങിച്ചത്. ഫുഡ് കഴിക്കാനായിട്ട് ആദ്യം ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ മെനു ഒന്നും വലിയ രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആസ് യൂഷ്വൽ എല്ലാ തവണത്തെ പോലെ തന്നെ സ്ട്രീറ്റ് അറേബ്യയിൽ പോയി. ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴൊക്കെ ഒരുമിച്ച് പുറത്തു പോവുക ആ ദിവസമൊന്നും ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടാറേ ഇല്ല. ഏതെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഫുഡ് കൊള്ളില്ല, അല്ലെങ്കിൽ സീറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാർക്കിങ്ങിൽ സ്ഥലം ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കർട്ടൻ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ റൂമിൽ ഓൾറെഡി വൈറ്റ് കർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കർട്ടൻ്റെ പിന്നാലെ ഇടാനായിട്ട് ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടൻ വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി കർട്ടൻ ഷോപ്പിൽ പോയി. ഈ ഒരു വൈറ്റ് കളർ കർട്ടൻ ഉണ്ടല്ലോ, ഇതാണ് ഞാൻ വീട്ടിൽ ഓൾറെഡി വാങ്ങി ഇട്ടിട്ടുള്ളത്. കുറച്ച് പേരൊക്കെ
കർട്ടൻ എവിടെന്നാ വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാറാണ് ചെയ്യാറുള്ളത്. ഈ ഒരു ബ്ലാക്ക് കളർ ക്ലോത്ത് ആയിരുന്നു ബ്ലാക്ക് ഔട്ട് കർട്ടൻസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ അജിക്ക് SD കാർഡ് ഇടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. പക്ഷെ ഞാനത് ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്തുമാതിരി ചൂടായിരുന്നു എന്നറിയോ വണ്ടിയുടെ അകത്ത്. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ ഇപ്രാവശ്യം ഞാൻ 3 നെയിൽ പോളിഷ് വാങ്ങാൻ വേണ്ടി മാത്രം കയറിയതാണ്. പക്ഷെ അഫ്കോഴ്സ് ഞാൻ ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് എജുമാർട്ടിലും പിന്നെ ഒരു കർട്ടൻ ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ചാർജ് ഫോണിലുണ്ടായിരുന്നില്ല. ഇതെന്നെ കാർ ചാർജറിലൊക്കെ കുത്തിയിട്ടിട്ടായിരുന്നു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. ഹലോ ഗൈസ്, ഫൈനലി വീടെത്തിയെന്നല്ല, വീടെത്തി കുറേ ആയി. 12 മണിയായി. സ്റ്റുഡിയോ വരെയുള്ള പർച്ചേസിങ്ങിൻ്റെ വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. എജുമാർട്ടിൽ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫോം ബോർഡ് കാണുമായിരുന്നു. അപ്പോൾ അവിടെ ഫോം ബോർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. വേറൊരു കർട്ടൻ്റെ ഷോപ്പിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വരിക ചെയ്തത്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഫോണൊക്കെ ചാർജ് ചെയ്യാനിട്ട് കുളിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇപ്പോഴാണ് കുറച്ച് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയത്. എന്തായാലും പിന്നെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. യൂഷ്വലി ഞാൻ എപ്പോഴും ഡെസ്കിൻ്റെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഡെസ്കിൻ്റെ ഭാഗമായിട്ട് മാത്രമേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളൂ. പക്ഷേ ഞാൻ ഒരു കട്ടിൽ വാങ്ങി ഗൈസ്. എൻ്റെ ഒരു ചെറുപ്പകാലം മുതലുള്ള ആഗ്രഹമായിരുന്നു ഒരു വെള്ള കളറിലോ ഓർഗനൈസേഴ്സൊക്കെ ഉള്ളൊരു കട്ടിൽ വാങ്ങണമെന്ന്. ആൻഡ് ഫൈനലി ഞാനത് വാങ്ങിച്ചു. അതിൻ്റെ ഷോർട്സ് ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഷോർട്സ് അപ്പോൾ പോസ്റ്റ് ചെയ്യണം. ഇന്നത്തെ ദിവസത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയൊരു ദിവസമായിരുന്നു. കാരണം കുറേ റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ, ഞാൻ കുറേ കാലമായി പുറത്തിറങ്ങിയിട്ട് ഏകദേശം 1 മാസം 1.5 മാസത്തോളമായി ഞാൻ പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ എനിക്ക് പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷമായിരുന്നു. പിന്നെ രണ്ടാമത് 2 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അരിശിജി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. ആളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബോയ് എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൾ അച്ഛൻ്റെ കൂടെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവരെന്ത് ഇങ്ങനെ നോക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ നോക്കുന്ന ടൈമിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോൻ സംസാരിക്കാൻ ഭയങ്കര മടിയായിട്ട് വരായിരുന്നാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം യൂഷ്വലി ക്രാഫ്റ്റ് ചാനലൊക്കെ നമ്മൾ ഗേൾസൊക്കെ അല്ലേ കൂടുതലും കാണാറുള്ളത്. അപ്പോൾ ഒരു ബോയ് കാണുക, എൻ്റെ അടുത്ത് പിന്നെ എന്താ പറയുക, സംസാരിക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തൊക്കെ പോയി ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കില്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ എന്തായാലും ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദിസ് ലവ് ആൻഡ് സപ്പോർട്ട്. സത്യം പറയാനാണെങ്കിൽ എന്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഞാൻ വെറുതെ പറയല്ലേ ഗൈസ്. ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം 750K കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പെട്ടെന്ന് 1 ഇയർ പോലും ആയിട്ടില്ല നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു 10 months ഒക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പ് കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെ കാണിച്ചു തരാം. ഫൈനലി കാത്തിരുന്ന് മിനിസോൻ്റെ പ്ലഷി ഞാൻ വാങ്ങിച്ചു ഗൈസ്. ഞാൻ കുറേ തവണ എല്ലാ തവണയും മിനിസോയിൽ പോണ സമയത്ത് പ്ലഷീസ് വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ചുമ്മാ വാങ്ങി എന്തിനാ വെച്ചിട്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കാരണമാണ് വാങ്ങാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ റൂം മേക്കോറും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫൈനലി വാങ്ങിച്ചു. 1 അല്ല 2 എണ്ണം വാങ്ങിച്ചു. ഞാൻ ആദ്യം ഒരെണ്ണം എടുത്തു കഴിഞ്ഞപ്പോൾ അജി പറഞ്ഞു ഒരെണ്ണം കൂടെ വാങ്ങിക്കുന്നു, നല്ല വെച്ചാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാധനം ഇതാണ്. ഞാൻ ടാഗൊന്നും പൊട്ടിച്ചിട്ടില്ല, അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാണ്. എനിക്ക് ഈ സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ ആകെ ഒരു സങ്കടം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റോക്ക് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോണ സമയത്ത് ചാക്കൊക്കെ പൊട്ടിച്ച് സ്റ്റോക്കൊക്കെ കയറ്റി വെക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറേ കാലം വെയിറ്റ് ചെയ്തിരുന്ന് വാങ്ങിച്ചതാണെങ്കിലും സാധനം വാങ്ങിച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അവിടെ ഒരു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു പന്നിയുടെ ഒരു ഹാംബർഗർ. ആ സാധനം വാങ്ങ് എന്ന് പറഞ്ഞിട്ട് അജിക്ക് ഭയങ്കര ആവശ്യമായിരുന്നു. പക്ഷേ നമ്മുടെ ഈ റൂം എസ്തെറ്റിക്സിന് അത് ചേരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചില്ല. പകരം ഞാനൊരു സക്കൂറ ഗോട്ട് എന്നാണ് പറയാൻ തോന്നുന്നു. ഈ ഒരു ഗോട്ട്, ഇത് ഏകദേശം മിനിസോൻ്റെ പ്ലഷി കളക്ഷനൊക്കെ കാണിക്കുന്ന വീഡിയോസിലൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൊരു സാധനമാണിത്.
അപ്പോൾ എന്തായാലും ഇതിനെ സക്കൂറ ഗോട്ട് എന്ന് പറയും, അവർ സക്കൂറ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. സക്കൂറ ലാമ്പ്, ഗോട്ടല്ല ഗൈസ്, ലാമ്പാണ്, ലാമ്പ്, ആട്ടിൻകുട്ടിയാണ്. സക്കൂറ ലാമ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയിൽ കണ്ടില്ല ഈ ഫ്ലവേഴ്സിനെയാണ് നമ്മൾ സക്കൂറ എന്ന് പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ സക്കൂറ ലാമ്പാണ്, നമ്മുടെ സക്കൂറ ലാമ്പാണ് വാങ്ങിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ തവണയും പാലക്കാട് പോകുമ്പോൾ സ്റ്റുഡിയോയിൽ പോകാറുണ്ട്. ഇപ്രാവശ്യം ഡ്രസ്സ് എടുക്കാമെന്ന് കൊണ്ട് പോയതൊന്നുമല്ല, എനിക്കൊരു നെയിൽ പോളിഷ് വാങ്ങണമെന്ന് കൊണ്ട് പോയതാണ്. ഇപ്പോൾ പിന്നെ ഞാൻ പഴയ പോലെ നെയിൽ പോളിഷൊക്കെ അടിക്കാൻ തുടങ്ങി. എൻ്റെ നെഗമൊക്കെ പൊട്ടിപ്പോയി. എന്തായാലും പുതിയ നെയിൽ പോളിഷ് വാങ്ങാമെന്ന് കൊണ്ട് പോയതാണ്. പോയ കൂട്ടത്തിൽ ഞാനൊരു ഷർട്ടും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ക്രോപ്പ് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രോപ്പ് ഷർട്ടാണ് എടുത്തത്. ഇനി അടുത്ത സാധനം ഈ സോക്സ്. സ്റ്റുഡിയോയിൽ ഞാൻ എപ്പോൾ പോയി കഴിഞ്ഞാലും ഒരു സോക്സ് വാങ്ങാറുണ്ട്. കാരണം ഒന്നാമത് 49 റുപ്പീസേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ വെറുതെ സോക്സ് വാങ്ങാറുണ്ട്. പിന്നെ ഞാൻ വാങ്ങിക്കഴിയുമ്പോൾ ചില ദിവസമൊക്കെ ഞാൻ സോക്സൊക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ കുറേ പ്രാന്തൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ 3 നെയിൽ പോളിഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു വൈറ്റും റെഡും പിങ്കും കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ആക്ച്വലി ഞാൻ എന്തിനാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നെയിൽ സ്റ്റിക്കേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു നെയിൽ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാനായിട്ട് നല്ലൊരു നെയിൽ കളർ വേണമെന്നുകൊണ്ട് വാങ്ങിച്ചതാണ്. ഇനി അടുത്ത സാധനം ഒരു ഉപയോഗവും ഇല്ലെങ്കിലും വെറുതെ വാങ്ങിച്ച സാധനമാണ് കുറേ കമ്മൽ. ഞാൻ കമ്മലേ ഇടാറില്ല. എൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ കമ്മലേ യൂസ് ചെയ്യാത്ത ആളാണ്. എൻ്റെ കാതിൽ ഓട്ടയൊക്കെ അടയാറായിട്ട് ഞാനിങ്ങനെ കുത്തി തുറന്നൊക്കെ ഒരിക്കൽ കമ്മൽ കയറ്റിയതാണ്. എന്തായാലും ഒരു ആഗ്രഹം തീർക്കാനായിട്ട് ഞാൻ ഈ ഒരു സിൽവർ ഹൂപ്സിൻ്റെ സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഈ ഒരു കമ്മലില്ലേ, ആ കമ്മൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു രസമുണ്ടായിരുന്നു. ഇനി പുറത്തൊന്നും ഇട്ടിട്ട് പോകുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. എനിക്കിതിനെപ്പറ്റി 1-2 വാക്ക് പറയാനുണ്ട്, അധികം സമയമൊന്നും എടുക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 ഓക്കെ, താഴെയുള്ള കംഫർട്ടറും ബെഡ്ഷീറ്റും ഒക്കെ ആയിട്ടുള്ള സെറ്റില്ലേ, എന്തായാലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ഞാൻ ഈ ഒരു ബെഡ് മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഞാൻ മിൻട്രയിൽ കുറച്ചധികം ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല റേറ്റൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം 3000 to 4000 റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാൻ നല്ല പിൻട്രസ്റ്റി സാധനങ്ങളായിരുന്നു. നമ്മുടെ നോർമൽ കടകളിലോ ആമസോണിലോ ഫ്ലിപ്പിലോ ഒന്നും കിട്ടാത്ത പോലത്തെ സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേ അത് മെയ് 1 അല്ലെങ്കിൽ മെയ് 2 വീക്കൊക്കെ ആയിട്ട് അങ്ങനെ നല്ലപോലെ ലേറ്റായിട്ടൊക്കെ കയ്യിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ലുലുവിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിശയമായിപ്പോയി. കാരണം ഇവിടുത്തെ നാട്ടിൽ അങ്ങനെ പാലക്കാടൊന്നും ഞാൻ അങ്ങനെ ഇതേപോലത്തെ കുറച്ച് എസ്തെറ്റിക് പരമായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. എന്തായാലും ഐ എം ലിറ്ററലി സോ ഹാപ്പി. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു ബ്ലാക്ക് സാധനം കാണിച്ചു തരാം. ഈ ബ്ലാക്ക് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം, എൻ്റെ റൂമിൽ 2 വലിയ വിൻഡോസ് ഉണ്ട്. അപ്പോൾ ആ 2 വിൻഡോസ് ഗ്ലാസ്സാണ് ഇട്ടിട്ടുള്ളത്, നോർമൽ ഗ്ലാസ്സാണ്. അപ്പം നൈറ്റ് ടൈം ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പുറത്തുനിന്ന് കറക്റ്റായിട്ട് വിസിബിൾ ആയിരിക്കും, കാണാൻ പറ്റും. അപ്പോൾ ഞാൻ യൂഷ്വലി നല്ല തിക്കായിട്ടുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഇടാറുള്ളത്. പക്ഷേ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് വാങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് ഔട്ട് കർട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇടണം. ഇവിടെ അറിയുന്ന ആളുടെ അടുത്ത് നാളെ വിളിച്ചിട്ട് ഇവിടെ അളവെടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതാണ് ആദ്യത്തെ നമ്മുടെ സംഭവം. ഈ ഒരു തുണി നല്ല രസമാട്ടോ. ഈ ഒരു തുണിയുടെ ബാക്കിൽ നിന്ന് നമ്മൾ ലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റൊന്നും കടക്കില്ല എന്നാണ് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. ഇനിയിപ്പോൾ ഇരുട്ടത്ത് കടക്കുമെന്ന് എനിക്കറിയില്ല, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ ഗൈസ്, ഇതാണ് നമ്മുടെ ക്ലോത്ത്. ഈ ക്ലോത്തിൻ്റെ പിന്നാലെ ഞാൻ ഈ ഒരു ലൈറ്റ് കൊണ്ട് വെക്കാൻ പോണ്. 1 മിനിറ്റ്. നോക്കിക്കോളൂ ഗൈസ്, ലൈറ്റ് കൊണ്ടുവരാൻ പോകുന്നത് കണ്ടില്ലേ. അടുത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോലും അത്രയ്ക്കും ലൈറ്റ് അറിയ പോലും ഇല്ല. ഇതിനെയാണ് നമ്മൾ ബ്ലാക്ക് ഔട്ട് കർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാവ്, അടിപൊളി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനി അടുത്തതായിട്ട് റൂം മേക്ക് ഓവർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് നല്ല വലിയ മാറ്റ് വാങ്ങിയിടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഓൺലൈനിൽ നോക്കിയ ടൈമിൽ ഒന്നല്ലെങ്കിൽ ഭയങ്കര വില കൂടുതലായിരിക്കും, പക്ഷേ വിലയൊക്കെ ഒത്തു വന്നു കഴിഞ്ഞാൽ കാണാനായിട്ടൊരു മെന ഉണ്ടാവില്ല. അവസാനം ഞാൻ ലുലുവിൽ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഇതിൻ്റെയൊക്കെ ഡബിൾ സൈസാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഉള്ളതിൽ വലിയ റഗ്ഗായിട്ട് ഒരു മാറ്റായിട്ട് ഞാൻ ഈ ഒരു മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി പറയാനാണെങ്കിൽ കളറ് അങ്ങനെ ഭയങ്കരമായിട്ട് മാച്ച് ആവുമോ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ബട്ട് കമ്പാരിറ്റീവ്ലി ഈ ഒരു പിങ്കിൻ്റെ കൂടെ മാച്ചായി പോണത് വയലറ്റ് ആണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു വയലറ്റ് മാറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു.
ഇനിയാണ് മക്കളെ ഞാൻ പറഞ്ഞ ആ ഐറ്റം നമ്മുടെ കംഫർട്ടറും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഈ ബെഡ്ഷീറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഈ ഒരു പോൾക്ക ഡോട്ട് പ്രിൻ്റ് വരുന്ന സംഭവമാണ് നമ്മുടെ ബെഡ്ഷീറ്റ്. ഈ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ലൈറ്റ് കളർ പോലെ തോന്നുന്നത്, പക്ഷേ ആക്ച്വലി ഇറ്റ്സ് ക്വൈറ്റ് ബ്യൂട്ടിഫുൾ. പിന്നെ ഈ ഒരു സാധനമാണ് നമ്മുടെ 2 പില്ലോ കവേഴ്സ് എന്ന് പറയുന്നത്. ഇതും പോൾക്ക ഡോട്ട്സ് പോലെ തന്നെ ഇടയിലിടയിൽ ഗ്രിഡ് ലൈൻസ് വരുന്ന പോൾക്ക ഡോട്ട്സ്. ഇതാണ് നമ്മുടെ പില്ലോ കവർ. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ കംഫർട്ടർ ആക്ച്വലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തണുപ്പുള്ള റീജിയൻസിലൊക്കെ നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നല്ല തിക്കായിട്ടുള്ള പുതപ്പില്ലേ, അതാണ് കംഫർട്ടർ എന്ന് പറയുന്ന സാധനം. ഇത് ഇങ്ങനെ നല്ല നല്ല തിക്നെസ് ഉള്ള സാധനമാണ്. കാണുമ്പോൾ കുറച്ച് കനം കുറവുള്ള പോലെ തോന്നും, പക്ഷേ ആക്ച്വലി ഇത് ഭയങ്കര ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചൂട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ ഈ ഒരു ഭാഗം വെച്ച് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. റിവേഴ്സിബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ഒരു ക്വിൽറ്റ്. നമ്മുടെ സംഭവം ഇപ്പം ഞാൻ എന്തായാലും വിരിക്കുന്നില്ല, നമ്മൾ റൂം മേക്ക് ഓവറിൻ്റെ ടൈമിൽ വിരിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ആകെ ഇത്ര സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇത്ര സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ കടയിൽ കയറി കഴിഞ്ഞാൽ 50 സാധനമായിട്ടായിരിക്കും ഞാൻ തിരിച്ചിറങ്ങാം. അപ്പോൾ എന്തായാലും ഇന്ന് പോയത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷെ എന്നാലും വാങ്ങിയ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളുമാണ്. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് യു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അല്ലല്ല, ബായ് ഒന്നുമില്ല. നമ്മുടെ ഗീവ് അവേ റിസൾട്ട്സിൻ്റെ ടൈമാണ്. പലരും സ്കിപ്പ് ചെയ്ത് ഫസ്റ്റ് തന്നെ ഈ റിസൾട്ട് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ റിസൾട്ട്സിനെ പറ്റി പറയുന്നതിന് മുമ്പ് 13,000-ഓളം ആൾക്കാരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞാൻ മാനുവലി ഓരോ കമൻസും വായിച്ച് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ ഇതിൽ വിന്നേഴ്സ് ആവുകയാണെങ്കിൽ ഒരു കാര്യം മസ്റ്റായിട്ടും ചെയ്യണം. അപ്പം തന്നെ പോയി പാരൻസിൻ്റെ അടുത്ത് പറയാം. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരൻസിനെ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന ടൈമിൽ അവർ ഏത് ഗിവ് അവേ എന്ത് ഗിവ് അവേ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് പേര് കുറേ നല്ല കാര്യങ്ങൾ കമൻസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പോൾ അതിന്ന് ഞാനൊരു 15 പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗീവ് അവേ പ്രൈസ്. അപ്പോൾ നമുക്ക് ഗീവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഓഷ്യൻ വേവ് ലൈറ്റ് കിട്ടിയിട്ടുള്ളത് അനില റെജി ഫ്രം ട്രിവാൻഡ്രം. സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള കപ്പ് ആൻഡ് സോസർ കിട്ടിയിട്ടുള്ളത് പ്രഭേന്ദു ഫ്രം കൊല്ലം. തേർഡ് പ്രൈസ് ബെഡ്ഷീറ്റ് കിട്ടിയിട്ടുള്ളത് ഫഹമിദ ഫ്രം പാലക്കാട്. ഇനി നമ്മുടെ ഫോർത്ത് പ്രൈസ് ആയിട്ടുള്ള ഓർഗനൈസർ കിട്ടിയിട്ടുള്ളത് ഗൗരി ലക്ഷ്മി ഫ്രം തൃശ്ശൂർ. 5ാമത്തെ പ്രൈസ് ആയിട്ടുള്ള കാറ്റ് മിറർ കിട്ടിയിട്ടുള്ളത് മറിയം ഫ്രം കണ്ണൂർ. അടുത്തത് 6ാമത്തെ പ്രൈസ് ബോ ബാഗ് വരുന്നത് നിഹ ഫാത്തിമ ഫ്രം കോഴിക്കോട്. ഇനി അടുത്തത് 7ാമത്തെ പ്രൈസ് ആയിട്ടുള്ള പെൻസിൽ കളേഴ്സ് കിട്ടിയിട്ടുള്ളത് രുദ്ര ഫ്രം പാലക്കാട്. ഇനി 8ാമത്തെ പ്രൈസ് ആയിട്ടുള്ള ലെതർ ജേർണൽ കിട്ടിയിട്ടുള്ളത് രാജിഹ മറിയം ഫ്രം തൃശ്ശൂർ. ഇനി 9ാമത്തെ പ്രൈസ് നമ്മുടെ 2 ലിറ്റേഴ്സിൻ്റെ ബോട്ടിൽ കിട്ടിയിട്ടുള്ളത് നൂറ അബ്ദുൽ ജലീൽ ഫ്രം കണ്ണൂർ. 10th പ്രൈസ് ആയിട്ടുള്ള ഡോംസ് അക്വാ കേക്ക്സ് കിട്ടിയിട്ടുള്ളത് ഫാത്തിമ ലുബാബ ഫ്രം പാലക്കാട്. ഇനി 11ാമത്തെ പ്രൈസ് ടംബ്ലർ കിട്ടിയിട്ടുള്ളത് അഫ്ലഹ ഫ്രം കണ്ണൂർ. 12ാമത്തെ പ്രൈസ് ആയിട്ടുള്ള ഒരു ടോട്ട് ബാഗ് ആണ്, അത് കിട്ടിയിട്ടുള്ളത് ഫാത്തിമ അൽത്താഫ് ഫ്രം പത്തനംതിട്ട. 13th പ്രൈസ് വാൾ പോസ്റ്റർ കിട്ടിയിട്ടുള്ളത് അൻഹ മറിയ ഫ്രം കോഴിക്കോട്. ഇനി 14ാമത്തെ പ്രൈസ് ഒരു 3D പസിൽ കിട്ടിയിട്ടുള്ളത് അർപ്പിത വരുൺ ഫ്രം ട്രിവാൻഡ്രം. പിന്നെ ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള 3D പസിൽ കിട്ടിയിട്ടുള്ളത് ജസ ഫാത്തിമ ഫ്രം മലപ്പുറം. അപ്പോൾ പ്രൈസ് കിട്ടിയ എല്ലാവർക്കും ഒരുപാട് കൺഗ്രാജുലേഷൻസ്. ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, ഇനി വഴിയെ നമുക്ക് വേറെ ഗീവ് അവേസ് ഒക്കെ നടത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക.